ഹായ് ഓൾ. അപ്പോൾ വീക്കെൻഡ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വീക്കെൻഡായിട്ട് ഞാൻ പോയത് നാഗസാന്ദ്രയിലെ ഐക്കിയയിലാണ്. ഐക്കിയയിൽ ഞാൻ ആദ്യമായിട്ടാണ് വിസിറ്റ് ചെയ്യുന്നത്. കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു, അവിടുത്തെ സാധനങ്ങളും. എന്നാൽ പിന്നെ അതൊന്ന് നേരിട്ട് കാണാമല്ലോ എന്ന് വിചാരിച്ച് വൈറ്റ് ഫീൽഡിൽ നിന്ന് നമ്മൾ നാഗസാന്ദ്രയിലേക്ക് വന്നു. വൈറ്റ് ഫീൽഡിൽ നിന്ന് 2 മെട്രോ എടുക്കണം. അപ്പോൾ ഒന്ന് മെജസ്റ്റിക്കിൽ നിന്നാണ് ഒരു സ്റ്റോപ്പ്, അതായത് 19 സ്റ്റോപ്പ് ഉണ്ടായിരുന്നു നമുക്ക് മെജസ്റ്റിക് വരെ. അതിനുശേഷം ഒരു 13 സ്റ്റോപ്സും കൂടി ഉണ്ട് നാഗസാന്ദ്രയിലേക്ക് നെക്സ്റ്റ് ട്രെയിനിൽ. അപ്പോൾ അത്രയും ദൂരം വന്നിട്ടാണ് നമ്മളിവിടെ ഐക്കിയയിൽ എത്തിയത്. പക്ഷേ ഇവിടുത്തെ ഒരു ഗുണം എന്ന് വെച്ചാൽ ഐക്കിയയിലേക്ക് ഡയറക്റ്റ് കണക്ട് ചെയ്തിട്ടുണ്ട്. മെട്രോന്ന് ഒരു ബ്രിഡ്ജ് വഴി നമുക്ക് നേരിട്ട് ഐക്കിയ സ്റ്റോറിലേക്ക് എത്താം. ഏതായാലും ഇത്രയും ദൂരം വന്നല്ലേ, അപ്പോൾ നേരെ ഫുഡ് കോർട്ടിലേക്ക് തന്നെ കയറാമെന്ന് വിചാരിച്ചു. അത്രയും വിശപ്പുണ്ടായിരുന്നു. നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ക്യൂ ഉണ്ടായിരുന്നു അവിടെ. പിന്നെ നമുക്ക് സത്യം പറഞ്ഞാൽ ഇതിൻ്റെ സെറ്റപ്പ് ഒന്നും അറിയില്ല, എങ്ങനെ ഫുഡ് വാങ്ങേണ്ടത് എടുക്കേണ്ടതൊന്നും. പക്ഷേ അപ്പോൾ അത്ര സമയം നമ്മൾ ക്യൂവിൽ നിന്നപ്പോൾ എല്ലാവരെയും നോട്ടീസ് ചെയ്ത് മനസ്സിലാക്കി. അപ്പം നമ്മൾ ആദ്യം ഈ ട്രോളി എടുക്കണം. ട്രോളി എടുത്തിട്ട് എല്ലാവർക്കും ഓരോ ട്രോളി എടുക്കണം, ഓക്കെ. എന്നിട്ട് ട്രോളി എടുത്തതിന് ശേഷം നമ്മൾ ഈ തട്ട് സെറ്റ് ചെയ്യണം. നമുക്കിപ്പോൾ എത്ര ഫുഡ് നമ്മൾ എടുക്കുന്ന അതിനനുസരിച്ച് തട്ട് സെറ്റ് ആയത്. അതായത് ഏതായാലും നമ്മൾ ആദ്യത്തെ എക്സൈറ്റ്മെൻറ്റിൽ നമ്മൾ 3 എടുത്ത് നമ്മൾ കുറേ സാധനം എടുക്കുമെന്ന് വിചാരിച്ചു. പക്ഷേ 2 നമുക്ക് എല്ലാ സാധനവും കൊള്ളിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഒരു ചീസ് കേക്ക് എടുത്തായിരുന്നു, മീറ്റ് ബോൾസ്. ഇത് രണ്ടും ഇവിടുത്തെ മോസ്റ്റ് പോപ്പുലർ ഐറ്റംസ് ആണ്. പിന്നെ ക്രോസോൺ എടുത്ത് ഞാൻ നോർമലി ആ പാക്കേജിൽ മാത്രമേ കഴിച്ചുള്ളൂ, ഇങ്ങനത്തെ ഡയറക്റ്റ് ആയിട്ടുള്ളത് കഴിച്ചിട്ടില്ല. അപ്പം ടേസ്റ്റ് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ബില്ലൊക്കെ ചെയ്തിട്ട് സീറ്റിൽ വന്നിരുന്നു, എല്ലാം അറേഞ്ച് ചെയ്തു. ഇതൊരു ഹെർബ് റൈസാണ്. ഇതിൽ കുറേ വെജീസൊക്കെ വന്നിട്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു. പിന്നെ ഇത് നമ്മളെ ഫേമസ് ആയിട്ടുള്ള മീറ്റ് ബോൾസ്, അതിൽ സ്വീഡൻ്റെ ഫ്ലാഗൊക്കെ കുത്തിയിട്ട് കാണുന്നില്ല, ഒരു സ്വീഡിഷ് ഡിഷാണ്. നല്ല എമ്മയായിരുന്നു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ക്രോസോൺ ആയാലും ചീസ് കേക്ക് ആയാലും നല്ല ടേസ്റ്റി ആയിരുന്നു. അത് കഴിഞ്ഞ് നേരെ ഷോപ്പിങ്ങിലേക്ക് പോയി. ഈ 19 റുപ്പീസിൻ്റെ ഈ സാധനമാണ് ഇവിടുത്തെ ഏറ്റവും ചീപ്പ് സാധനം. പിന്നെ നമ്മൾ നേരെ കയറിയത് കിഡ്സിൻ്റെ സെഷനിലാണ്. അവിടെ കിഡ്സിൻ്റെ ഡ്രസ്സ്, ടോയ്സ്, ലഞ്ച് ബോക്സസ്, അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. എല്ലാ സാധനത്തിനും നമുക്കൊരു മിനിമം ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. 99 റുപ്പീസിൻ്റെ സാധനം തൊട്ടിട്ട് ലക്ഷങ്ങൾ വിലയുള്ള സാധനങ്ങൾ വരെ ഇവിടെയുണ്ട്. പിന്നെ നമ്മൾ അവരുടെ റൂം അറേഞ്ച്മെൻറ്റ്സ് കാണാൻ പോയി. മോഡുലാർ കിച്ചണും പിന്നെ പല റൂംസും അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ സാധനത്തിൻ്റെയും കോസ്റ്റും പിന്നെ അങ്ങനെ സെറ്റ് ചെയ്യാനുള്ള ടോട്ടൽ കോസ്റ്റൊക്കെ അവരവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടുന്ന് ഏതാണോ ഇഷ്ടപ്പെട്ടത് അതൊക്കെ കോഡ് നോക്കിയിട്ട് നമുക്ക് അവിടെ ഓർഡർ ചെയ്യാൻ പറ്റും സാധനങ്ങളൊക്കെ. ആൻഡ് അതിന് ശേഷം നമ്മൾ വന്നത് കോഫി കുടിക്കാനാണ്. കോഫിക്ക് ഒരു 90 റുപ്പീസാണ് ആയത്. അതിൽ നമുക്ക് എത്രയും വേണമെങ്കിൽ റീഫിൽ ചെയ്യാം. പക്ഷെ നമ്മൾ ഒറ്റ ഒരു ട്രിപ്പിന് നമ്മളത് മതിയാക്കി, അത്രേ കഴിക്കാൻ പറ്റും കോഫിയെല്ലാം. ആൻഡ് ഇത് കോഫി കഴിക്കുന്ന സമയത്ത് നമുക്ക് ശരിക്കും ഡയറക്റ്റ് മെട്രോ കാണാൻ പറ്റുമായിരുന്നു. ഞാൻ പറഞ്ഞില്ല അത്രയ്ക്കുണ്ട് കണക്ടിവിറ്റി. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ, വീക്കെൻഡ് വിശേഷങ്ങൾ, ഐക്യ വിശേഷങ്ങൾ. ഓക്കെ, സോ ബൈ.